ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് നിഹാല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ ആൻഡ് എന്താണ് നോൺ കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ എന്നാണ്. അപ്പം കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ എന്ന് വെച്ചാൽ ഡാറ്റയെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒരു സിംഗിൾ ബ്ലോക്ക് ഓഫ് മെമ്മറി ആയിട്ടായിരിക്കും. അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് അരേ, ഹീപ്പ്, ഹാഷ് ടേബിൾസ് ഒക്കെയാണ്. നമ്മൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു 1000 സ്റ്റോർ ചെയ്ത് വെച്ചു. അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള മെമ്മറി സ്പേസിലായിരിക്കും 2000 എന്ന് പറഞ്ഞ ഒരു ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടാവുക. അതാണ് കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ. ഇനി നോൺ കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒരു മൾട്ടിപ്പിൾ ബ്ലോക്ക് ഓഫ് മെമ്മറി ആയിട്ടായിരിക്കും. അതിന് എക്സാമ്പിൾസ് ആണ് ലിങ്ക്ഡ് ലിസ്റ്റ്, ഗ്രാഫ്, ട്രീ ഒക്കെ. അപ്പം ഈ ഒരു പിക്ചറൈസ്ഡ് ഫോർമാറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ P1 സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വേറെ ഏതെങ്കിലും സ്പേസിലായിരിക്കും P2 എന്ന ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടാവുക. ഇതിനെയാണ് നോൺ കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ എന്ന് പറയാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.